സഭാപ്രസംഗകൻ ചാപ്റ്റർ 6 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1. സോളമൻ സൂര്യൻ്റെ കീഴിൽ കണ്ട ദോഷം മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയായിരുന്നു? ഉത്തരം: വളരെ ഭാരമുള്ളതായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ദൈവം ഒരു മനുഷ്യന് നൽകുന്ന 3 പ്രധാന അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: സമ്പത്ത്, സ്വത്ത്, മാനം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു മനുഷ്യന് ഒന്നിനും കുറവില്ലെങ്കിലും എന്ത് ഇല്ലായിരിക്കാം? ഉത്തരം: അതനുഭവിക്കാനുള്ള ശക്തി. ക്വസ്റ്റ്യൻ നമ്പർ 4. സമ്പത്ത് അനുഭവിക്കാൻ കഴിയാത്തവൻ്റെ സമ്പത്ത് ആരാണ് അനുഭവിക്കുക? ഉത്തരം: അന്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. അത്തരം അവസ്ഥയെ സോളമൻ എന്തെന്ന് വിളിക്കുന്നു? ഉത്തരം: വ്യർത്ഥതയും ദുഷ്ടരോഗവും. ക്വസ്റ്റ്യൻ നമ്പർ 6. 100 മക്കളും ദീർഘായുസ്സും ഉണ്ടായാലും എന്തില്ലെങ്കിൽ അത് വ്യർത്ഥമാണ്? ഉത്തരം: ആത്മസംതൃപ്തി. ക്വസ്റ്റ്യൻ നമ്പർ 7. ഗർഭഛിദ്രമായ ശിശുവിനെക്കുറിച്ച് സോളമൻ പറയുന്ന പ്രത്യേക കാര്യം എന്താണ്? ഉത്തരം: അവന് വിശ്രമം ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. ഗർഭഛിദ്രമായ ശിശു സൂര്യനെ കണ്ടിട്ടുണ്ടോ? ഉത്തരം: ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. 2000 വർഷം ജീവിച്ചാലും അനുഭവിക്കാത്ത മനുഷ്യൻ്റെ ജീവിതം എന്താണ് തെളിയിക്കുന്നത്? ഉത്തരം: ദീർഘായുസ്സ് മാത്രം അനുഗ്രഹമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 10. എല്ലാ മനുഷ്യരും ഒടുവിൽ എത്തിച്ചേരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം: മരണം അല്ലെങ്കിൽ കല്ലറ. ക്വസ്റ്റ്യൻ നമ്പർ 11. മനുഷ്യൻ്റെ എല്ലാ പ്രയത്നവും എന്തിനു വേണ്ടിയാണ്? ഉത്തരം: അവൻ്റെ വായ്ക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 12. മനുഷ്യൻ്റെ ആഗ്രഹം എന്തുകൊണ്ട് നിറയുന്നില്ല? ഉത്തരം: അതിനൊരിക്കലും പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 13. ജ്ഞാനിക്കും മൂഢനും ഇടയിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അധ്യായം 6 എന്താണ് പഠിപ്പിക്കുന്നത്? ഉത്തരം: മനുഷ്യൻ്റെ പരിമിതികളെ. ക്വസ്റ്റ്യൻ നമ്പർ 14. ദരിദ്രന് ജീവിക്കാനുള്ള മാർഗം അറിയാമെങ്കിലും അതുകൊണ്ട് എന്ത് വലിയ നേട്ടമില്ല? ഉത്തരം: ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവില്ല. ക്വസ്റ്റ്യൻ നമ്പർ 15. കണ്ണുകൊണ്ട് കാണുന്നത് എന്തിനേക്കാൾ നല്ലതാണ്? ഉത്തരം: മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ സഞ്ചാരത്തേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ സഞ്ചാരം എന്തിന് ഉപമിക്കപ്പെടുന്നു? ഉത്തരം: കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിന്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഉണ്ടായിരിക്കുന്നതെല്ലാം മുൻപേ എന്തായിട്ടുണ്ട്? ഉത്തരം: പേരിട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 18. മനുഷ്യന് ആരോടാണ് തർക്കിക്കാൻ കഴിയാത്തത്? ഉത്തരം: ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 19. ദൈവത്തേക്കാൾ ശക്തൻ ആരാണ്? ഉത്തരം: ആരുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 20. അധിക വാക്കുകൾ എന്താണ് വർദ്ധിപ്പിക്കുന്നത്? ഉത്തരം: വ്യർത്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 21. മനുഷ്യന് യഥാർത്ഥത്തിൽ നല്ലത് എന്താണെന്ന് പൂർണ്ണമായി അറിയുന്നത് ആര്? ഉത്തരം: ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 22. മനുഷ്യജീവിതത്തെ സോളമൻ എന്തിനോട് ഉപമിക്കുന്നു? ഉത്തരം: നിഴലിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 23. ജീവിത ദിവസങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഉത്തരം: വ്യർത്ഥ ദിവസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 24. മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യന് അറിയാമോ? ഉത്തരം: ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 25. ഭാവിയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് ആർക്കാണ്? ഉത്തരം: ദൈവത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 26. അന്യൻ അത് അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? ഉത്തരം: സഭാപ്രസംഗകൻ 6:2. ക്വസ്റ്റ്യൻ നമ്പർ 27. ഗർഭഛിദ്രമായ ശിശു അവനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? ഉത്തരം: സഭാപ്രസംഗകൻ 6:3. ക്വസ്റ്റ്യൻ നമ്പർ 28. എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പോകുന്നു എന്ന ആശയം ഏത് വാക്യത്തിലാണ്? ഉത്തരം: സഭാപ്രസംഗകൻ 6:6. ക്വസ്റ്റ്യൻ നമ്പർ 29. എല്ലാ പ്രയത്നവും അവൻ്റെ വായ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? സഭാപ്രസംഗകൻ 6:7. ക്വസ്റ്റ്യൻ നമ്പർ 30. കണ്ണുകൊണ്ട് കാണുന്നത് നല്ലത് എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? ഉത്തരം: സഭാപ്രസംഗകൻ 6:9. ക്വസ്റ്റ്യൻ നമ്പർ 31. മനുഷ്യൻ ശക്തനായവനോട് മത്സരിക്കാനാവില്ല എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? സഭാപ്രസംഗകൻ 6:10. ക്വസ്റ്റ്യൻ നമ്പർ 32. അധിക വാക്കുകൾ എന്ത് വർദ്ധിപ്പിക്കുന്നു? ഉത്തരം: വ്യർത്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 33. മനുഷ്യജീവിതം എന്തിനോട് ഉപമിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം: നിഴലിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 34. അധ്യായം 6 വ്യർത്ഥത എന്ന ആശയം പ്രധാനമായി എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: സംതൃപ്തിയില്ലാത്ത സമ്പത്തിനെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 35. അധ്യായം 6 കേന്ദ്ര സന്ദേശം എന്താണ്? ഉത്തരം: ദൈവം നൽകുന്ന സംതൃപ്തിയില്ലാത്ത സമ്പത്തും ദീർഘായുസ്സും വ്യർത്ഥമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. സോളമൻ സൂര്യൻ്റെ കീഴിൽ കണ്ട വലിയ ദോഷം എന്തായിരുന്നു? ഉത്തരം: ദൈവം സമ്പത്തും സ്വത്തും മാനവും കൊടുത്തിട്ടും അത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഒരു മനുഷ്യന് ദൈവം എന്തൊക്കെയാണ് നൽകുന്നതായി പറയുന്നത്? ഉത്തരം: സമ്പത്ത്, സ്വത്ത്, മാനം. ക്വസ്റ്റ്യൻ നമ്പർ 39. സമ്പത്തും സ്വത്തും അനുഭവിക്കാൻ കഴിയാതെ പോകുമ്പോൾ അത് അനുഭവിക്കുന്നത് ആര്? ഉത്തരം: അന്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. അത്തരം അവസ്ഥയെ സോളമൻ എന്തായി വിശേഷിപ്പിക്കുന്നു? ഉത്തരം: വ്യർത്ഥതയും ദുഷ്ടരോഗവും. ക്വസ്റ്റ്യൻ നമ്പർ 41. ഒരു മനുഷ്യന് 100 മക്കളും അനേകം വർഷങ്ങളും ജീവിച്ചാലും ആത്മാവിന് സംതൃപ്തിയില്ലെങ്കിൽ എന്താണ് നല്ലത്? ഉത്തരം: ഗർഭഛിദ്രമായ ശിശു
അവനേക്കാൾ നല്ലത്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഗർഭഛിദ്രമായ ശിശു എങ്ങനെയാണ് വരുന്നത്? ഉത്തരം വ്യർത്ഥതയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 43. ഗർഭഛിദ്രമായ ശിശു എവിടേക്കാണ് പോകുന്നത്? ഉത്തരം ഇരുട്ടിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 44. അത് സൂര്യനെ കണ്ടിട്ടില്ലെങ്കിലും എന്താണ് ലഭിക്കുന്നത്? ഉത്തരം വിശ്രമം. ക്വസ്റ്റ്യൻ നമ്പർ 45. ഒരു മനുഷ്യൻ 2000 വർഷം ജീവിച്ചാലും നന്മ അനുഭവിച്ചിട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഉത്തരം ഒന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 46. എല്ലാവരും പോകുന്നത് എവിടേക്കാണ്? ഉത്തരം ഒരേ സ്ഥലത്തേക്ക്, മരണം. ക്വസ്റ്റ്യൻ നമ്പർ 47. മനുഷ്യൻ്റെ എല്ലാ പ്രയത്നവും എന്തിനു വേണ്ടിയാണ്? ഉത്തരം അവൻ്റെ വായ്ക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 48. എന്നിട്ടും മനുഷ്യൻ്റെ ആഗ്രഹം എന്തുകൊണ്ട് നിറയുന്നില്ല? ഉത്തരം സംതൃപ്തിയില്ലാത്തതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 49. ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയുണ്ട്? ഉത്തരം എന്താണെന്ന് വ്യക്തമായി പറയുന്നില്ല, അതും വ്യർത്ഥമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. ജീവിക്കാനുള്ള മാർഗം അറിയുന്ന ദരിദ്രന് എന്ത് പ്രയോജനം? ഉത്തരം അതും പരിമിതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. കണ്ണുകൊണ്ട് കാണുന്നത് നല്ലതോ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ പിന്തുടരുന്നതോ? ഉത്തരം കണ്ണുകൊണ്ട് കാണുന്നതാണ് നല്ലത്. ക്വസ്റ്റ്യൻ നമ്പർ 52. മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ പിന്തുടരുന്നത് എന്താണ്? ഉത്തരം വ്യർത്ഥതയും കാറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നതും. ക്വസ്റ്റ്യൻ നമ്പർ 53. ഉണ്ടായിരിക്കുന്നതെല്ലാം മുൻപേ എന്തായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഉത്തരം അതിൻ്റെ പേരിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 54. മനുഷ്യൻ ആരോടാണ് മത്സരിക്കാൻ കഴിയാത്തത്? ഉത്തരം തന്നേക്കാൾ ശക്തനായ ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 55. അധിക വാക്കുകൾ എന്താണ് വർദ്ധിപ്പിക്കുന്നത്? ഉത്തരം വ്യർത്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 56. മനുഷ്യൻ എന്താണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന് ആർക്കറിയാം? ഉത്തരം ദൈവത്തിന് പൂർണ്ണമായും അറിയും. ക്വസ്റ്റ്യൻ നമ്പർ 57. മനുഷ്യൻ്റെ ജീവിത ദിവസങ്ങളെ സോളമൻ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഉത്തരം നിഴൽ പോലെ കടന്നു പോകുന്ന വ്യർത്ഥ ദിവസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 58. മനുഷ്യൻ്റെ മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഉത്തരം ആർക്കും അറിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 59. അധ്യായം 6 പ്രധാന പാഠം എന്താണ്? ഉത്തരം സമ്പത്തും ദീർഘായുസ്സും മാത്രം സന്തോഷം നൽകുന്നില്ല, ദൈവം നൽകുന്ന സംതൃപ്തിയാണ് പ്രധാനമായത്. ക്വസ്റ്റ്യൻ നമ്പർ 60. അന്യൻ അത് അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? ഉത്തരം സഭാപ്രസംഗകൻ 6:2. ക്വസ്റ്റ്യൻ നമ്പർ 61. എല്ലാ മനുഷ്യപ്രയത്നവും അവൻ്റെ വായ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? സഭാപ്രസംഗകൻ 6:7. ക്വസ്റ്റ്യൻ നമ്പർ 62. കണ്ണുകൊണ്ട് കാണുന്നത് മനസ്സിൻ്റെ ആഗ്രഹങ്ങളേക്കാൾ നല്ലത് എന്ന് പറയുന്നത് ഏത് വാക്യത്തിലാണ്? ഉത്തരം സഭാപ്രസംഗകൻ 6:9. ക്വസ്റ്റ്യൻ നമ്പർ 63. മനുഷ്യജീവിതത്തെ നിഴലിനോട് ഉപമിക്കുന്നത് ഏത് വാക്യത്തിലാണ്? ഉത്തരം സഭാപ്രസംഗകൻ 6:12. ക്വസ്റ്റ്യൻ നമ്പർ 64. സമ്പത്തും മാനവും ഉണ്ടായിട്ട് മനുഷ്യന് എന്തിലാകാം? ഉത്തരം അത് അനുഭവിക്കാനുള്ള കഴിവ്. ക്വസ്റ്റ്യൻ നമ്പർ 65. സംതൃപ്തിയില്ലാത്ത സമ്പത്ത് എന്തായി മാറുന്നു? ഉത്തരം വ്യർത്ഥതയായി.